എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പഴയകാല നാടൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി, പപ്പായക്കറി. മുളക് വറുത്തരച്ച് ചേർത്തിട്ടാണ് ഇന്നത്തെ കറി നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ദാ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദാ പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു പകുതി കഷ്ണേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ അകത്തെ ആ ഒരു സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പം പപ്പായയുടെ കുറച്ചൊന്ന് താഴ്ത്തി കളഞ്ഞെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പരസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ദാ ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ പപ്പായ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. അപ്പോൾ ഇതാ കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതാ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെയൊക്കെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വറ്റൽ മുളകൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ വെക്കുകയാണെങ്കിൽ എളുപ്പനെ അങ്ങ് കേടായി പോവും. ഒരുപാട് സമയം ഇങ്ങനെ ചൂട് തട്ടിക്കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ചീനച്ചട്ടി അല്ലെങ്കിൽ ഇതുപോലെ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുക വെച്ചാൽ പാത്രം ഒന്നും അങ്ങനെ എളുപ്പത്തിൽ കേടായി പോവില്ല. ഇതാ ഇപ്പം വറ്റൽ മുളക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. അത് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് 2 or 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളി നമുക്ക് ഒരുപാട് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല. അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയാൽ മതി. ഇതാ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി നമ്മൾക്കതിനകത്തേക്ക് ഇതാ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. വറ്റൽമുളകിൻ്റെ കൂടെ നമ്മളിതാ ഈ ഒരു ചെറിയ ജീരകം ഇട്ടാൽ ജീരകം അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് വറുത്തെടുത്തത്. അതും കൂടെ മാറ്റി കൊടുക്കണ്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറണം. അതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പപ്പായ ഇവിടെ വെന്തോന്ന് നോക്കാം കേട്ടോ. പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തില്ല, എളുപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റ് മതി പപ്പായ വെന്ത് കിട്ടാനായിട്ട്. ഇതാ ഇനി ഇതിനകത്തേക്ക് കുറച്ച് വൻപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വൻപയർ ഒരു 4-5 മണിക്കൂർ കുതിർത്തിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് ഞാൻ വേവിച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതാ ഈ ഒരു സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. ഇതാ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നു വെച്ചിട്ട് കുറച്ച് സമയം, ഒരുപാട് നേരമൊന്നും വേണ്ട, 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതാ കുറച്ച് നാളികേരം, ഒരു കൈപ്പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വറ്റൽമുളക്, അതെല്ലാം കൂടെ ഇതാ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ പപ്പായയിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മത്തങ്ങയും പയറും അതുപോലെ പപ്പായയും പയറും ഒക്കെ എരിശ്ശേരി തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ എരിശ്ശേരി തയ്യാറാക്കി എടുക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുക നാളികേരം വറുത്തിടും. ഇതിനകത്തേക്ക് വറുത്തിടുന്നില്ല. അതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത. ഇനി നിങ്ങൾക്ക് ഇത് എരിശ്ശേരി പോലെ എടുക്കണം, അതായത് കുറച്ച് കട്ടയായിട്ട് എടുക്കണം എങ്കിൽ വെള്ളമൊന്നും ഇനി കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചൊരു ഒഴിച്ചുകറിയായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് ഞാൻ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതാ ഈ സമയത്ത് ഞാനിതിനെ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടോ. കാരണം നമ്മൾ നേരത്തെ പപ്പായയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പിട്ടിട്ടാണ് ഞാൻ ആ പയർ വേവിച്ചെടുത്തത്. ഇതാ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനൊരു 4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതാ വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു കറി ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും.
നാടൻ കറികളാണ് കൂടുതലും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനിതാ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ കറിയിലേക്കൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് കടുക്, പിന്നെ ഇതാ 4-5 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത് നമ്മുടെ പപ്പായ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്